നിൽക്കാമോ ലക്ഷ്മി വരട്ടെ. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ശിവകുമാർ സാർ അതേ ഒരു എക്സ് നിൽക്കുകയാണ്. കൃഷ്ണപൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. കൃഷ്ണപൂർ സാധനത്തിന സന്ദേശം നേരുന്നതിനായിട്ട് നമ്മുടെ പാട് കൗൺസിൽ ബഹുമാനപ്പെട്ട അലീം സാർ. പ്രിയപ്പെട്ട സ്വപ്നക്കൂടിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർ, പ്രിയപ്പെട്ട മുൻ കൗൺസിലർ ശ്രീമതി ജയലക്ഷ്മി, മറ്റ് ബഹുമാന്യരായ യുവജനങ്ങളെ, പ്രിയപ്പെട്ടവർ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. നമ്മുടെ വാർഡിലും ഈ പറഞ്ഞതുപോലെ 6 അംഗൻവാടികളും 3 സ്കൂളും 7-ലധികം റെസിഡൻസ് അസോസിയേഷനുകളും ജില്ലാ സ്പോർട്സ് അവിടെയൊക്കെ ഈ ആഘോഷ പരിപാടികൾ ഇതേ സമയം തന്നെ നടക്കുകയും ഈ സ്ഥാപനത്തിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം മാറ്റിവെച്ച് പ്രവർത്തിച്ചവരെ പതാക ഉയർത്താൻ വേണ്ടി ക്ഷണിച്ചതിൽ എനിക്കതിയായ സന്തോഷം. അതേപോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവരക്തം കൊണ്ട് നേടിത്തന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ നൂറുകണക്കിന് അറിയപ്പെടുന്നവരും ലക്ഷക്കണക്കിന് അറിയപ്പെടാത്തവരുമായിട്ടുള്ളവരുടെ ജീവിതത്യാഗം നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ സകല സമരത്തിലൂടെ, അഹിംസാ മാർഗങ്ങളിലൂടെ നേടിത്തുന്ന ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനും, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും, ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ടായി. എങ്കിലും നമ്മുടെ രാജ്യത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് പട്ടിണിയിലും